എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ SSC GDയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് GDയുടെ 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് സഡ്സ് ആൻഡ് ഇൻഡിസസ് ആണ്. അപ്പോൾ ഇതിനെ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് SSC GD എക്സാമിന്, സഡ്സ് ആൻഡ് ഇൻഡിസസ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് സഡ്സ് ആൻഡ് ഇൻഡിസസിനകത്ത് ബേസിക്കായിട്ട് വരുന്ന കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ആ ഫോർമുലാസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും 2⁻³ ഇങ്ങനെയൊക്കെ ഒരു നമ്പർ, ഇതിനെ എക്സ്പോണൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ, 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ 2⁻³ 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ബേസ് ആയിരിക്കും. ഈ 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ പവർ ആയിരിക്കും. ഓക്കെ, അപ്പം A⁻m എന്ന് എഴുതി കഴിഞ്ഞാൽ A ആണ് എന്ത്, നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ എമ്മിനെ എന്താണ് നമ്മൾ പറയുന്നത്, M ആണ് നമ്മുടെ പവർ. ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമ്മൾ കുറച്ച് ഫോർമുല, നമ്മുടെ സഡ്സ് ആൻഡ് ഇൻഡിസസിലെ ഫോർമുലാസ് പഠിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടുന്ന ഫോർമുലാസ് അത് എന്തൊക്കെയാണ്? നമുക്ക് ആദ്യത്തെ ആണ് A⁻m ഇൻറ്റു A⁻n. രണ്ടാമത്തത് A⁻m ഡിവൈഡഡ് ബൈ A⁻n. ഇവിടുത്തെ ബേസ് രണ്ടും സെയിം ആണ്. അടുത്ത A⁻m, അടുത്ത എന്താണ് A⁻m ഇൻറ്റു B⁻m, A⁻m ഇൻറ്റു B⁻m, അതേപോലെ A⁻m ഡിവൈഡഡ് ബൈ B⁻m. അപ്പോൾ നിങ്ങൾ ഇത് ഫോർമുലാസ് അറിയാത്തവർ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് പഠിച്ചോളൂ. അടുത്ത എന്താ A⁻n, അതേപോലെ ആറാമത്തെ നമുക്ക് റൂട്ട് ഓഫ് A⁻m, അതായത് nth റൂട്ട് ഓഫ് A⁻m, അതെന്താണെന്ന് പറയാം. അടുത്ത എന്താ ഏഴാമത്തെ A⁻0. അപ്പം നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ഫോർമുലാസ് ആണ് നമ്മൾ മെയിനായിട്ടും സഡ്സ് ആൻഡ് ഇൻഡിസസ് ചെയ്യാൻ വേണ്ടി, ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കേണ്ടത്. ഇത്രയും അറിയാത്തവർ കാണാതെ പഠിച്ചു നോക്കാം. അപ്പോൾ എന്താണ് A⁻m ഇൻറ്റു A⁻n, അതായത് എന്താണ് m പ്ലസ് n. A⁻m ഡിവൈഡഡ് ബൈ A⁻n എന്ന് പറഞ്ഞാൽ A⁻m മൈനസ് n. A⁻m ഇൻറ്റു B⁻m എന്ന് പറഞ്ഞാൽ AB ദ ഹോൾ റേസ് ടു m. ഓരോന്നും എന്താണെന്ന് ഞാൻ എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. A⁻m ഡിവൈഡഡ് ബൈ B⁻m എന്ന് പറഞ്ഞാൽ എന്താണ് A/B റേസ് ടു m. അതേപോലെ A⁻m റേസ് ടു n, അതായത് A⁻m ഇൻറ്റു n. അതേപോലെ nth റൂട്ട് ഓഫ് A⁻m, അപ്പം എന്ന് വെച്ചാൽ എന്താണ് A⁻m ബൈ n ആണ്. അപ്പോൾ ഇതെങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. A⁻0 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 1 ആണ്. അപ്പോൾ ആദ്യത്തെ നോക്കാം. A⁻m ഇൻറ്റു A⁻n. A⁻m ഇൻറ്റു A⁻n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സെയിം ആയിട്ടുള്ളത്, ഇവിടെ നമ്മുടെ ബേസ്, അതായത് ഇവിടുത്തെ ബേസ് അല്ലേ A എന്ന് പറഞ്ഞ ബേസ് അല്ലേ, A⁻m A എന്ന് പറഞ്ഞ ബേസ്, M എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പവറുമാണ്. അപ്പോൾ ഇവിടെ A⁻mലെയും A⁻n കോമൺ ആയിട്ടുള്ള എന്താണ് ബേസ് സെയിം ആണ്. അപ്പോൾ ബേസ് സെയിം ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, A⁻m ഇൻറ്റു ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലും അതേപോലെ ഡിവിഷനിലും മാത്രമേ നമുക്ക് ഈ ഫോർമുലാസ് യൂസ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഇതാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ A⁻m ഇൻറ്റു A⁻n എന്ന് പറഞ്ഞാൽ A⁻, ആ സെയിം കോമൺ ആയിട്ടുള്ള ബേസ് അവിടെ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, പവർ തമ്മിൽ കൂട്ടി എഴുതുക. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, നിങ്ങളത് ചോദിക്കുക 2�3 ഇൻറ്റു 2�8. നിങ്ങൾ എന്ത് പറയും, ഇവിടെ എന്താണ് ബേസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്, A⁻m ഇൻറ്റു A⁻n ഫോമിലാണ്. അപ്പോൾ 2 എന്താണ് m പ്ലസ് n, അതായത് 3 + 8 ഒരു 11 കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ് A⁻m ഡിവൈഡഡ് ബൈ A⁻n. ഈ ഡിവൈഡഡ് ബൈ A⁻n എന്ന് പറഞ്ഞാൽ 1/A⁻n. അപ്പോൾ 1/A⁻n എന്ന് പറഞ്ഞാൽ A⁻−1 ആണ്, മൈനസ് n ആണ്. A⁻−1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനെടുത്ത് അങ്ങ് തിരിച്ചിട്ടാൽ മതി, അതായത് റെസിപ്രോക്കൽ എടുത്താൽ മതി. ഏതെങ്കിലും പവർ -1 അല്ലെങ്കിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിനെ റെസിപ്രോക്കൽ അങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ A⁻−1 എന്ന് പറഞ്ഞാൽ 1/A ആണ്, 1/A ആണ്. അപ്പം 1/A⁻n എന്ന് പറഞ്ഞാൽ A⁻−n ആണ്. അപ്പോൾ ഇവിടെ നോക്കേ, A⁻m ഡിവൈഡഡ് ബൈ A⁻n എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്, A⁻m ഡിവൈഡഡ് ബൈ A⁻n എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/A⁻n എന്നല്ല എഴുതുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് A⁻m, ഈ 1/A⁻n എന്ന് പറഞ്ഞാൽ എന്താ A⁻−n. അപ്പോൾ ഇൻറ്റു A⁻−n. അപ്പോൾ എന്ത് വരും നമുക്ക് ആൻസർ, A⁻m മൈനസ് n. എന്നിട്ട് നമ്മൾ ഈ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്യുക. അപ്പം A⁻m ഡിവൈഡഡ് ബൈ A⁻n എന്ന് പറഞ്ഞാൽ എന്താണ് A⁻m മൈനസ് n. അപ്പോൾ ഇത് രണ്ട് ക്ലിയർ ആയല്ലോ, ഇതും ക്ലിയർ ആയി, ഇതും ക്ലിയർ ആയി. ഇനി അടുത്ത മൂന്നാമത്തെ ഫോർമുല ഓക്കെ, A⁻m ഇൻറ്റു B⁻m. അപ്പോൾ ഇവിടെ എന്താ ബേസ് സെയിം അല്ല, ഇവിടെ എന്താണ് സെയിം ആയിട്ടുള്ളത്, പവർ ആണ് സെയിം ആയിട്ടുള്ളത്, അതായത് ഇവിടെയുള്ള പവർ ആണ് സെയിം ആയിട്ടുള്ളത്. അങ്ങനെ പവർ സെയിം ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എയും ബിയുടെ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടിനും കോമൺ ആയിട്ട് എന്ത് ചെയ്യുക, ആ പവർ കൊടുക്കുക. അതായത് ഇതിന്റെ അർത്ഥം എന്താ, AB ദ ഹോൾ റേസ് ടു m എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, A⁻m ഇൻറ്റു B⁻m. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. 2³ ഇൻറ്റു 5ന്റെ ക്യൂബ്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം, 2 × 5 10ന്റെ എന്തെന്ന് പറയാം, ക്യൂബ് എന്ന് പറയാം. അപ്പോൾ 2 × 5 എഴുതുക, എന്നിട്ട് ആ ക്യൂബ് എന്ന് പറയുന്നത് എന്തിനാ, കോമൺ ആയിട്ട് കൊടുക്കുക. അപ്പോൾ 2 × 5ന്റെ ക്യൂബ്, 2ന്റെ ക്യൂബ് ഇൻറ്റു 5ന്റെ ക്യൂബ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അടുത്ത നോക്കി, ഇപ്പോൾ മൂന്നാമത്തെ കിട്ടി. ഇനി അതേപോലെ A⁻m ഡിവൈഡഡ് ബൈ B⁻m. അപ്പോൾ ഇവിടെ എന്താ എയും ബിയും നമ്മുടെ എന്താ ബേസ് സെയിം അല്ല. അപ്പോൾ ബേസ് സെയിം അല്ല, എന്നാൽ എന്താണ് പവർ സെയിം ആണ്. അപ്പോൾ നമുക്ക് രണ്ടിനും എന്ത് കൊടുക്കാം, കോമൺ പവർ കൊടുക്കാം. അപ്പം A/B എന്ന് പറഞ്ഞാൽ A/B മൊത്തത്തിൽ എടുക്കാം, എന്നിട്ട് എന്താ കോമൺ ആയിട്ട് പവർ കൊടുക്കാം. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ A⁻m ഡിവൈഡഡ് ബൈ B⁻m എന്നാണ്.
അടുത്ത് നോക്കേ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ. അപ്പോൾ എ റേസ് ടു എം റേസ് ടു എൻ ആണ്. അപ്പോൾ എ റേസ് ടു എം റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ നോക്കേ ഇവിടെ നോക്ക് 2 ക്യൂബ് ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് എ റേസ് ടു എം ഇൻറ്റു എൻ, അതായത് 2 റേസ് ടു 6 ആണ്. അപ്പം എ റേസ് ടു എം റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, നിങ്ങൾ എവിടെയെങ്കിലും 3 റേസ് ടു 4 ഹോൾ ക്യൂബ് എന്ന് കാണും, അതേപോലെ 3 റേസ് ടു 4 റേസ് ടു ക്യൂബ് എന്ന് കാണും. അപ്പോൾ ഇവിടെ ഇത് എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പഠിച്ചത് എ റേസ് ടു എം റേസ് ടു എൻ, അതായത് എ റേസ് ടു എം ഇൻറ്റു എൻ, അതായത് 3 റേസ് ടു 4 ഇൻറ്റു 3 3 റേസ് ടു 12. ഇവിടെ എന്താണ് ഇവിടെ 3ന്റെ പവറായിട്ട് വന്നിരിക്കുന്നത് 4ന്റെ ക്യൂബാണ്. അപ്പോൾ 4ന്റെ ക്യൂബ് നമ്മൾ ക്യൂബിന്റെ ക്ലാസ്സിൽ പഠിച്ചു, 4ന്റെ ക്യൂബ് 64. അപ്പം 3 റേസ് ടു 64. നമ്മൾ ചോദിക്കുന്നത് ഇത് ഏതാ വലുതെന്ന് ചോദിക്കും. അപ്പോൾ ഏതാണ് വലുത്? 3 റേസ് ടു 67 വലുത്, 3 റേസ് ടു 64 വലുത്. അപ്പോൾ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എ റേസ് ടു എം റേസ് ടു എൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അപ്പോൾ ഇതും കിട്ടി. ഇനി ഇതാ അടുത്തത്, ഇനി എന്താ nth റൂട്ട് ഓഫ് എ റേസ് ടു എം. അപ്പോൾ നമ്മുടെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് നമ്മൾ പഠിച്ചല്ലോ, സ്ക്വയർ റൂട്ട് ഓഫ് 25. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 25 റേസ് ടു എന്താണ് 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട്. ഇത് ക്യൂബ് റൂട്ട് ഓഫ് 64 ഇപ്പോൾ ചെയ്തത് 64 ക്യൂബ് റൂട്ട്. ഇതിനെ എങ്ങനെ എഴുതാം? 64 റേസ് ടു 1/3. അതായത് ഇവിടെ ഏത് ക്യൂബ് റൂട്ട് ആണെങ്കിൽ പവറായിട്ട് 1/3 വരും, ഫോർത്ത് റൂട്ട് ആണെങ്കിൽ പവറായിട്ട് 1/4 വരും, nth റൂട്ട് ആണെങ്കിൽ പവറായിട്ട് എന്ത് വരും? nth റൂട്ട് ആണെങ്കിൽ എക്സിന്റെ nth റൂട്ട് ആണെങ്കിൽ എന്താ എക്സ് റേസ് ടു 1/n വരും. അപ്പൊ ഇവിടെ എന്താ nth റൂട്ടാ. nth റൂട്ട് ആണെങ്കിൽ എന്താ എ റേസ് ടു എം അതുപോലെ ഉണ്ട്. എ റേസ് ടു എമ്മിന്റെ ഇവിടെ എന്ത് വരും? എ റേസ് ടു എമ്മിന്റെ എന്താണ് 1/n റേസ് ടു 1/n. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോമുല വെച്ച് എന്താ ഈ ഫോമുല എ റേസ് ടു എം റേസ് ടു എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം റേസ് ടു 1/n ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ എ റേസ് ടു എം ഇൻറ്റു 1/n, അതാണ് എ റേസ് ടു m/n. അപ്പൊ ഈ ഫോമുല വന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ലാസ്റ്റ് നമ്മുടെ ഫോമുല എന്ന് പറഞ്ഞാൽ എന്താ എ റേസ് ടു 0. എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഏത് സംഖ്യ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത്രയും സാധനങ്ങൾ എങ്ങനെ വന്നെന്ന് മനസ്സിലായി. നിങ്ങൾ ഈ ബോക്സിൽ ഇട്ടേക്കുന്ന ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി ഇത് തറവായിട്ട് പഠിക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സഡ്സ് ആൻഡ് ഇൻഡസ്ട്രീസിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പം ഈ ടൈപ്പ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ബേസ് സെയിം ആയാൽ മാത്രമേ നമുക്ക് ഈ ഫോമിലേക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് കണ്ടീഷൻസ് ഉണ്ട്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കാം. നമുക്ക് ഇതിൽ സഡ്സ് ആൻഡ് ഇൻഡസ്ട്രീസിലെ പ്രോബ്ലംസിനെ നമ്മൾ ഒരു 6 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സഡ്സ് ആൻഡ് ഇൻഡസ്ട്രീസിലെ നിങ്ങളുടെ എക്സാമിന് ഇതിന് പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അത് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നിങ്ങൾ ഓരോ ടൈപ്പായിട്ടും ആ ഫോമുലാസ് പഠിക്കുക. ടൈപ്പ് 1 നമുക്കിന്ന് ചെയ്യാം. ഇപ്പോൾ ടൈപ്പ് 1 എന്നതാ? ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ എഴുതാം. അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എഴുതാം. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 ക്യൂബ് ഫോർത്ത് റൂട്ട് ഓഫ് 2 ക്യൂബ് അതിൻ്റെ റേസ് ടു കുറച്ച് ക്ലിയർ ആയിട്ട് എഴുതാം. ഫോർത്ത് റൂട്ടാണിത്. ഓക്കെ, ഫോർത്ത് റൂട്ട് ഓഫ് 2 ക്യൂബ് അതിൻ്റെ റേസ് ടു 5 അതിൻ്റെ റൂട്ട് എത്ര റൂട്ടാണ്? 6th റൂട്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ റേസ് ടു 8 ആണ്. ഇനി എന്താണ് അതിൻ്റെ 10th റൂട്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നുമില്ല, നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്ന് പറഞ്ഞാൽ 2ന്റെ റേസ് ടു എക്സ് ആണ്. നമുക്ക് ഫൈൻഡ് നമുക്ക് എല്ലാത്തിനും എന്താ ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 5ന്റെ റേസ് ടു 7 അതിൻ്റെ തേർഡ് റൂട്ട് അതെന്താ റേസ് ടു 6 അതിൻ്റെ 14th റൂട്ട്. ഓക്കെ, 14th റൂട്ട്. ഇനി എന്താ അതിൻ്റെ റേസ് ടു 8 അതിൻ്റെ റേസ് ടു 8. പിന്നെ എന്താ 4th റൂട്ട്. ഇതിൻ്റെ ഇത്രേൻ്റെ എന്താണ് 4th റൂട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 5 റേസ് ടു എക്സ് ആണ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ വേണ്ടത്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതെന്താ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ് 2 ആണ്. അപ്പം ബേസ് അതേപോലെ എഴുതുക. എന്നിട്ട് ഇവിടെ എന്താ റേസ് ടു എം റേസ് ടു എൻ റേസ് ടു എൻ അങ്ങനെയല്ലേ കിടക്കുന്നത്. അതായത് പവർ മൾട്ടിപ്ലൈ ചെയ്തല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടോ? കഴിഞ്ഞ സ്ലൈഡിൽ എന്താ നമ്മുടെ നോക്കേ എ റേസ് ടു എം റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് ചെയ്യും? അതിനെ എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് എഴുതും. അപ്പോൾ ഇവിടെ കണ്ടോ? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇവിടെ 2 റേസ് ടു ക്യൂബ് 5 8 ഇതെല്ലാം എന്താ പവറിൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മേളിൽ ന്യൂമറേറ്ററിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 ഗുണം 5 ഗുണം 8 ആയിരിക്കും. അതേപോലെ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഈ 4 6th റൂട്ട് 10th റൂട്ട്. പിന്നെ നമ്മൾ എങ്ങനെ എഴുതിയത്? നമ്മളിവിടെ എങ്ങനെ എഴുതിയത്? എന്താ എക്സ് റേസ് ടു nth റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/n അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ റൂട്ടിലുള്ളതെല്ലാം എന്ത് ചെയ്യണം? ഇത് 1/4 ഇൻറ്റു 1/6 ഇൻറ്റു 1/10 അതായത് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഇപ്പോൾ പവറിന്റെ ഇവിടെ 2 എന്ന് പറയുന്നത് നമ്മുടെ ബേസ് സെയിം തന്നെ. അപ്പോൾ പവറിലാണ് ചേഞ്ച് വരുന്നത്. പവർ ചേഞ്ച് വരുന്നത് വെച്ചാൽ 3 5 8 മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ ഡിവൈഡ് ബൈ 4 6 10 4 ഇൻറ്റു 6 ഇൻറ്റു 10 ഇതായിരിക്കും എന്ത് നമ്മുടെ പവർ എന്ന് പറയുന്നത്. ഇതായിരിക്കും നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് 3 എന്ത് വരും? 2 വട്ടം ഇത് എന്താണ്
4 4 ക്യാൻസൽ ആയി 5/10 5/10 എന്ന് പറഞ്ഞാൽ എന്താണ് 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ഈക്വൽ ടു ഈ പവർ എന്ന് പറഞ്ഞാൽ ഈ പവറാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 2 raised to 1/2 എന്ന് എഴുതാം. അപ്പോൾ 2 raised to ഇത്രയും കിടക്കുന്ന സാധനത്തെയാണ് നമ്മൾ എന്ത് ചെയ്തത് സിംപ്ലിഫൈ ചെയ്ത് 2 raised to 1/2 എന്ന് എഴുതുന്നത്. അപ്പോൾ ബേസ് 2 സെയിം ആണെങ്കിൽ എന്താ 2 raised to 1/2 ആണ് നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടിയത്. അതാണ് നമുക്ക് 2 raised to x എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ് എക്സിന്റെ വാല്യൂ 1/2 ആയാലേ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിന്റെ എക്സിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് 1/2 ആണ്. അപ്പോൾ ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ ഇത്ര വലിയ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം പവർ ആയിട്ടുള്ളത് എന്ത് ചെയ്യണം ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം, റൂട്ട് ആയിട്ടുള്ളത് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേ. ഇതെന്താ 5 നമ്മുടെ ബേസ്, ഇവിടെ എന്താണ് 5 ബേസ്. അപ്പോൾ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും നമുക്ക് ഡയറക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ഗുണം പവറിൽ കിടക്കുന്ന എല്ലാം എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം. അത് ന്യൂമറേറ്റർ എഴുതണം. 7 ഗുണം 6 ഗുണം 8 ഇനി എന്താ ഡിവൈഡഡ് ബൈ അടിയിൽ എന്താ എഴുതണ്ടേ ഇവിടെ എന്താണ് നടക്കുന്നത് അത് ഇവിടെ എന്തായാലും നമുക്ക് 3 ആയിരുന്നു, ഇത് 3 ആണ്. അപ്പം 3 ഗുണം 14 ഗുണം എന്താ 4. അപ്പോൾ എന്ത് വരും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ക്യാൻസൽ ചെയ്തേ 3ഉം ഇതുമായിട്ട് എത്ര 2 വട്ടം 7 2 14 14 14 ക്യാൻസൽ ചെയ്തു 4 8 4 എത്ര 2 വരും. അതായത് ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എത്ര വരും 2 വരും. അപ്പോൾ ഈ ടൈപ്പ് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. ഇനി അപ്പം അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ അതായത് ഈ ടൈപ്പ് ഒന്നുകൂടെ ചെയ്യാം. അതായത് ഒന്ന് തറവാൻ വേണ്ടി 9 raised to 7 അതിന്റെ 4th റൂട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം. 4th റൂട്ട് അതിന്റെ raised to 5 അതിന്റെ raised to 5 ഇനി എന്താ അതിന്റെ എത്ര റൂട്ടാ അതിന്റെ 14th റൂട്ട് ഓക്കെ അതിന്റെ 14 ആണ് 14 അതിന്റെ 14th റൂട്ട് അതിന്റെ എന്താ അതിന്റെ raised to 6 അടുത്ത റൂട്ട് എത്രയാണ് 13 റൂട്ട് ഓക്കെ 3 റൂട്ട്. അപ്പോൾ ഇതെങ്ങനെ വരും ഇതേ ഈക്വൽ ടു 9 raised to x ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണം. ചെയ്തിട്ട് ഈ കിട്ടുന്നതാണോ ആൻസർ നോക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് 7 ഗുണം പവർ എല്ലാം മൾട്ടിപ്ലൈ 7 ഗുണം 5 ഗുണം 6 ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം 4 ഗുണം 14 ഗുണം 4 14 വരുന്നത് ഇവിടുത്തെ എന്താണ് nth റൂട്ടാണ്. അപ്പം 4th റൂട്ട് 14 റൂട്ട് 3rd റൂട്ട്. അപ്പോൾ എത്ര വരും ഇത് 2 7 2 14 ആണ്. ഈ 14 പോകും എത്ര വരും 5/4 വരും. 14 പോയി എക്സിന്റെ വാല്യൂ എന്ത് വരും 5/4 വരും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 9 raised to 5/4. അപ്പോൾ എല്ലാവർക്കും ഈ ടൈപ്പ് ഫസ്റ്റ് ടൈപ്പ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ടൈപ്പ് 1 കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ് അത് എഴുതാം. ക്വസ്റ്റ്യൻസ് എഴുതാം. ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് അതിൻ്റെ വാല്യൂസ് എങ്ങനെ കിട്ടുന്നത് നോക്കാം. ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് റൂട്ട് ഓഫ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 2 ഇൻറ്റു എന്താണ് റൂട്ട് ഓഫ് 2. അപ്പം ഇങ്ങനെ കിടക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൂട്ട് ഓഫ് എന്താ 5 ഇൻറ്റു റൂട്ട് ഓഫ് 5 ഇൻറ്റു റൂട്ട് ഓഫ് 5. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ റൂട്ട് ഓഫ് 3. ഓക്കെ റൂട്ട് ഓഫ് 3 ഇൻറ്റു 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 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു റൂട്ട് ഓഫ് 3 1 2 3 4 5 6. അതെ ഇതിൻ്റെ വാല്യൂ എന്താണ് വേണം ഈക്വൽ ടു അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് റൂട്ട് ഓഫ് 7 ഇൻറ്റു റൂട്ട് ഓഫ് 7 ഇൻറ്റു റൂട്ട് ഓഫ് 7 ഇൻറ്റു റൂട്ട് ഓഫ് 7 ഇൻറ്റു റൂട്ട് ഓഫ് 7. ഓക്കെ ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട്. അതായത് നമ്മൾ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് നമ്മളിവിടെ 2 സാധാരണ മെൻഷൻ ചെയ്യാറില്ല. റൂട്ട് ഓഫ് ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ റൂട്ട് ഓഫ് ഇവിടുത്തെ പവർ എന്തായിരിക്കും 1/2 ആയിരിക്കും. അപ്പോൾ റേസ് ടു 1/2 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ ഏതാണോ അതായിരിക്കും. അപ്പോൾ 2 raised to 2ന്റെ പവർ ഇനി എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ എത്ര റൂട്ട് ഉണ്ടോ അത്രയും വട്ടം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലായി പറഞ്ഞുതരാം. ഇവിടെ 2 ആണല്ലോ ഈ 2 ഇൻറ്റു ഇവിടെയും 2 ഉണ്ടല്ലോ ഇവിടെയും 2 ഉണ്ടല്ലോ ഇവിടെയും 2 ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഗുണം 2 4 4 ഗുണം 2 8 8 ഗുണം 2 16. ആ 16 എന്ത് ചെയ്യണം ഡിനോമിനേറ്റർ ആയിട്ട് എഴുതണം. എന്നിട്ട് ഈ 16ന്റെ കാര്യം ഒന്ന് കുറച്ച് എന്ത് ചെയ്യണം മേലെ എഴുതണം. അപ്പോൾ 15 2 raised to 15/16 ആണ് ഇത്. ഇത് അതേപോലെ പറഞ്ഞേ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തുണ്ട് ഇവിടെ 2 ഉണ്ട് ഇവിടെ 2 ഉണ്ട് ഇവിടെ 2 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും 5 raised to 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ആണ് അത് ചേഞ്ച് ചെയ്യത്തില്ല. 5 raised to 2 ഗുണം 2 ഗുണം 2 എത്രയാണ് 8 8നെ കാര്യം ഒന്ന് കുറച്ച് എന്ത് ചെയ്യണം മേലെ എഴുതണം. അപ്പം നിങ്ങൾ ഇത് ഇങ്ങനെ ഗുണിക്കുന്നതിന് വരെ നിങ്ങൾ എന്താ ചെയ്യുന്നത് എത്ര റൂട്ട് ഉണ്ടെന്ന് നോക്കണം. ഈ 16 എന്ന് പറഞ്ഞാൽ എന്താണ് 2 raised to 4 ആണ്. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 2നെ 4 വട്ടം ഗുണിച്ച് കിട്ടുന്നതാണ് എന്ത് 16.
അതുപോലെ 8 എന്ന് പറഞ്ഞാൽ എന്താണ് 2ന്റെ ക്യൂബാണ്. അത് 2 ഗുണം 2 ഗുണം 2 ആണ്. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് എന്താ മനസ്സിലായത്? നമുക്ക് എത്ര റൂട്ട് ഉണ്ടോ അപ്പം 2ന്റെ അത്രയും പവർ എടുക്കണം. ഇവിടെ നിന്ന് അത് അപ്ലൈ ചെയ്ത് നോക്കേ. 3 ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര റൂട്ട് ഉണ്ട്? 1 2 എൻ്റെ കൂടെ എണ്ണ 1 2 3 4 5 6. അപ്പോൾ 6 റൂട്ട് ഉണ്ട്. 6 റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁶6 എഴുതണം ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യണം? 2⁶6 ഇതിനേക്കാളും 1 കുറഞ്ഞുള്ള വാല്യൂ മേലെ എഴുതണം. അതായിരിക്കും നമ്മുടെ ന്യൂമറേറ്ററിലെ വാല്യൂ. 2⁶6 - 1. ഇപ്പോൾ 2⁶6 എത്ര? നമുക്ക് 2⁶6 അറിയാലോ. 2നെ 6 വട്ടം ഗുണിക്കണം. 2നെ 4 വട്ടം ഗുണിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 16. 16 ഗുണിക്കണം ഒരു വട്ടം ഗുണിക്കുമ്പോൾ എന്താണ്? 2⁵5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 32. അതുപോലെ 2⁶6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64. അതായത് 32നെ 2 കൊണ്ട് ഗുണിക്കും. ഇതിന്റെ 2�10 വരെയെങ്കിലും നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3�64. ഇവിടെ എന്ത് വരും? 1 കുറച്ച് 63. അപ്പോൾ 3�63/66 എഴുതാം. ഇത് സിമ്പിൾ ആയിട്ട് കിട്ടത്തില്ലേ? ഇവിടെ എത്ര റൂട്ട് ഉണ്ട്? 1 2 3 4 5. എന്തുകൊണ്ട് നമ്മൾ 2 എടുക്കുന്നത്? ഇവിടെ എല്ലാം 2 കൊണ്ടാണ് നമ്മൾ 2ന്റെ പവർ എടുക്കുന്നത്. അപ്പോൾ എന്താണ്? 7. പിന്നെന്താ? 1 2 3 4 5. ഇപ്പോൾ 2⁵5. 2⁵5 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 32. 32നേക്കാളും 1 കുറഞ്ഞുള്ള വാല്യൂ. ഇതിന്റെ വാല്യൂ എന്താണ്? 731/32. അപ്പം ഈ ടൈപ്പ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇതാണ് മെയിൻ കാരണം. ഇനി ഇതിന്റെ റീസൺ എന്താണെന്ന് പറയാം. ഇതിന്റെ റീസൺ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കേ. ആദ്യത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ ഇങ്ങനെ എഴുതിയത്, അതായത് സെക്കൻഡ് റൂട്ട് ഉണ്ട് 2 √2 ഇങ്ങനെ പോകുന്നുണ്ട്. √2 ഇൻറ്റു √2. അപ്പം ഇങ്ങനെ ഇതിന്റെ വാല്യൂ ആയിരുന്നു വേണ്ടത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 2 പറഞ്ഞാൽ ഒരു റൂട്ടുണ്ട്. ഇപ്പൊ 2⁻1/2 ഇവനുണ്ട്. ഇൻറ്റു ഇനി ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഈ √2 ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 1/2 ഉണ്ട്. അതായത് √ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ് പവർ. അപ്പൊ ഇവിടെ ഒരു പവർ ഉണ്ട്. അതായത് 2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ രണ്ടാമത്തവനെ 2⁻1/2 ഉണ്ട്. അതേ പിന്നെ ഒരു റൂട്ടൂടെ, ഈ റൂട്ടൂടെ, അതായത് 1/2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് a⁻mn ആണ്. അപ്പം 1/2 × 1/2 1/4. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 ആണ്. അപ്പൊ അടുത്തവൻ എന്താ? ഇവൻ എന്തുണ്ട്? ഈ റൂട്ടുണ്ട്. അപ്പൊ 3 വട്ടം 1/2 മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഇതേപോലെ 3 വട്ടം ഒരു വട്ടം കൂടെ 1/2 വരും. അപ്പൊ എത്ര വരും? 1/2 × 1/2 × 1/2 എത്ര വരും? 2⁻1/8 എന്ന് വരും. അപ്പൊ നാലാമത്തെ ഇവൻ എത്ര റൂട്ടുണ്ട്? ഇവിടുത്തെ റൂട്ടുണ്ട്. അപ്പൊ 2 എന്താ? 1/60. ഇനി എന്താ ചെയ്യണ്ടേ? അപ്പം a⁻m ഇവിടെ എല്ലാം എന്താണ്? ബേസ് സെയിം ആണ്. ബേസ് സെയിം ആണെങ്കിൽ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കൂടെ ബേസ് അത് തന്നെ ആയിരിക്കും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 + 1/4 + 1/8 + 1/60. അപ്പോൾ എത്ര വരും നമുക്ക്? 2 LCM 16 എടുക്കുമ്പോൾ നമുക്ക് എത്ര വരും? 15/16 വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വന്നത്. ഇതാണ് ഇതിന്റെ ലോജിക്ക്. അപ്പം നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 2 ഏതാണോ ബേസ് അത് എഴുതണം. എന്നിട്ട് എത്രയാണോ നമുക്ക് റൂട്ട് ഉള്ളത്? അപ്പോൾ എത്ര റൂട്ടാണ് ഉള്ളത്? 1 2 3 4. അപ്പോൾ അത്രയും 2 അത്രയും ആ റൂട്ടിൻ്റെ എണ്ണം. ഇപ്പോൾ 2⁴ എന്ന് പറഞ്ഞാൽ 16. അതിനേക്കായി 1 കുറയ്ക്കുക 15. അപ്പോൾ ഇത്രയും ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതുകൊണ്ട് ആൻസർ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ബേസ് സെയിം ആയിരിക്കണം. ഇനി അടുത്ത എന്താ? അടുത്ത ടൈപ്പ് നോക്കാം. അപ്പോൾ അടുത്ത ടൈപ്പ് 3 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പും പഠിച്ചു, ടൈപ്പ് സെക്കൻഡും പഠിച്ചു. ഇനി ടൈപ്പ് 3. ടൈപ്പ് 3 ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ വരുന്നത് എക്സ്. നിങ്ങൾ ഈ ടൈപ്പൊക്കെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. x + √(x) എന്താ? ഇൻഫിനിറ്റി വരെ ഇങ്ങനെ റൂട്ട് പോകും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ √(x) - √(x) - ഇങ്ങനെ പോയി ഇൻഫിനിറ്റി വരെ. അതേപോലെ മൂന്നാമത്തെ കേസ് √(x) × √(x) ഇങ്ങനെ ഇൻഫിനിറ്റി വരെ. അപ്പം ഈ കേസും ഈ മൾട്ടിപ്ലിക്കേഷൻ കേസും നേരത്തെ ഇവിടുത്തെ കേസ് നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വട്ടം ഉണ്ടായിരുന്നു നമുക്ക് റൂട്ട്? 1 2 3 4. അത് വെച്ച് സ്റ്റോപ്പ് ആവുമായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ എഴുതിയതിനകത്ത് നോക്കേ x എത്ര വരെ പോകും? ഇൻഫിനിറ്റി വരെ പോകും. അപ്പം അങ്ങനെയുള്ള കേസിൽ എന്താണ് വാല്യൂസ് ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഇതാണ് ടൈപ്പ് 3 എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ കേസിൽ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെന്ത് ചെയ്യുക? ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ഇതിനെ അതിൻ്റെ വഴി ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് ഇത് പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്താ? √20 + √20 + √20 ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്ന പറഞ്ഞു. അപ്പോൾ ഇൻഫിനിറ്റി വരെ ഇതിന്റെ വാല്യൂ ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം. √56 + √56 + √56 ഇങ്ങനെ ഇൻഫിനിറ്റി വരെ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം. നോക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കി. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഈ ടൈപ്പ് അല്ലേ? ഫസ്റ്റ് ടൈപ്പ് അല്ലേ എഴുതിങ്ങനെ √(x) + √(x) അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകണം. അപ്പോൾ ഇവിടെ √20 + √20 അങ്ങനെ എത്ര വരെ പോകും? ഇൻഫിനിറ്റി വരെ. അതായത് അനന്തമായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവിടെ നോക്കേ, ഇവിടെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ എഴുതിയേക്കുന്ന നമ്പറിനെ
ഫാക്ടറൈസ് ചെയ്യണം. എങ്ങനെ ഫാക്ടറൈസ് ചെയ്യണ്ടേ? രണ്ട് അടുത്തടുത്ത രണ്ട് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട്, അതായത് അടുത്തടുത്ത രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന നമ്പറിനെ എന്ത് ചെയ്യണം? മാറ്റണം. അതായത് 20 നമുക്ക് എങ്ങനെ എഴുതാം? 5 ഗുണം 4 എന്ന് എഴുതിക്കൂടെ? 5 ഗുണം 4. അപ്പൊ ഇതിനകത്ത് ഇവിടെ പ്ലസ് ആ വരുന്നതെങ്കിൽ എന്താ? പ്ലസ് ആ വരുന്നെങ്കിൽ നമ്മൾ സാധാരണ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റർ വാല്യൂ ആണ്. മൈനസ് ആ വരുന്നെങ്കിൽ എന്താ? ലെസർ വാല്യൂ ആണ്. ഇനി ഇൻറ്റു വരുവാണെങ്കിൽ സെയിം നമ്പർ. അത് എന്തുകൊണ്ടാണ് ഞാൻ സെയിം നമ്പർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ പ്ലസ് ആ വരുന്നെങ്കിൽ നമുക്ക് ഗ്രേറ്റർ നമ്പർ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള നമ്പറിനെ, ഈ അകത്ത് കിടക്കുന്ന നമ്പറിനെ എന്ത് ചെയ്യണം? ഫാക്ടർ ആക്കണം. എങ്ങനെയാണ്? ഒന്നിന്റെ ഡിഫറൻസിൽ, അതായത് തൊട്ടടുത്തടുത്ത രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. അപ്പൊ 5 ഗുണം 4 എന്ന് എഴുതി. അപ്പൊ ഇതിനകത്ത് ഇവിടെ നമുക്ക് പ്ലസ് ആണുള്ളതെങ്കിൽ എന്താ കൊടുക്കണ്ടേ? വലിയ നമ്പർ കൊടുക്കണം. അതായത് 5 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? 5 ആയിരിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഡയറക്റ്റ് നമുക്ക് ഇതിന്റെ ആൻസർ 5 കിട്ടും. ഇനി ഇവിടെ നോക്കേ, 56 നിങ്ങൾ അടുത്തടുത്ത രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. 8 ഗുണം 7 അല്ലേ 56. അപ്പൊ ഇതിനകത്ത് ഇവിടെ പ്ലസ് അല്ലേ ചിഹ്നം? പ്ലസ് ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? പ്ലസ് 8 ആയിരിക്കും. അപ്പൊ എന്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെ അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? റൂട്ട് 12 മൈനസ് റൂട്ട് 12 മൈനസ് റൂട്ട് 12 മൈനസ് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. ഇതാണ് ഇതിന്റെ വാല്യൂ വേണം. അതേപോലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ റൂട്ട് 42 മൈനസ് റൂട്ട് 42 മൈനസ് റൂട്ട് 42 മൈനസ് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. ഇതിന്റെ വാല്യൂ വേണം. അടുത്ത അപ്പൊ ഇതിനെ ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ മൈനസ് ഉള്ളത്. നേരത്തെ കേസിൽ എന്തായിരുന്നു? പ്ലസ് ആയിരുന്നു ഉള്ളത്. നേരത്തെ കേസിൽ നമ്മൾ എന്താ? ഇവിടെ പ്ലസ് ആയിരുന്നു ഉള്ളത്. പിന്നെ അടുത്ത ഈ ക്വസ്റ്റിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടൈപ്പാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടൈപ്പാണ്. ഈ ടൈപ്പ് നമ്മൾ ചെയ്തു. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്താ വരുന്നത്? ഇവിടെ എന്താ? ഇവിടെ മൈനസ് ഉള്ളത്. അപ്പൊ ഈ 12 എന്ത് ചെയ്യണം? അങ്ങനെ നമ്മൾ നേരത്തെ പോലെ എന്താ? ഒന്ന് ഡിഫറൻസ് ഉള്ള രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. എങ്ങനെ എഴുതാം? ഇതിനെ 4 3 എഴുതി കൂടെ? 4 3 അല്ലേ? ഇതിനെ എങ്ങനെ എഴുതാം? 42 6 7 അല്ലേ? 6 ഗുണം 7 അല്ലേ? അടുത്തടുത്തത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ? ഇവിടെ നമുക്ക് മൈനസ് ഉള്ളത്. പ്ലസ് ആയിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ +4 ആയിരുന്നു, വലുതായിരുന്നു. അപ്പൊ എന്താ ഇവിടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവാ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ചെറുതായിരിക്കും. അതായത് 3 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഇതിന്റെ ആൻസർ എത്ര ആയിരിക്കും? ഇവിടെ മൈനസ് ആണ്. പ്ലസ് ആയിരുന്നെങ്കിൽ നമുക്ക് 7 ആയിരുന്നു. മൈനസ് ആയതുകൊണ്ട് എന്താണ്? ചെറിയ നമ്പർ, അതായത് 6 ആണ് ഇതിന്റെ ആൻസർ. ഈ രണ്ട് ടൈപ്പും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നമുക്ക് അഞ്ചാമത്തെ ചെയ്യാം. അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു, ഈ രണ്ട് ടൈപ്പ് കഴിഞ്ഞു. അടുത്ത ടൈപ്പ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു അങ്ങനെ എന്താണ്? ഇൻഫിനിറ്റി വരെ. അപ്പൊ അതിന്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഒരു ടൈപ്പ് ചെയ്യാം. അതിന് എളുപ്പമാണ്. എന്താ? റൂട്ട് ഓഫ് 30 ഗുണം റൂട്ട് ഓഫ് 30 ഗുണം റൂട്ട് ഓഫ് 30 ഗുണം ഇങ്ങനെ ഇൻഫിനിറ്റി വരെ ഗുണിച്ചു പോകും. ഓക്കെ, നേരത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ 4 5 വരെ പോകത്തുള്ളായിരുന്നു റൂട്ട്. ഇവിടെ എന്ത് ചെയ്യും? ഇൻഫിനിറ്റി വരെ പോകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. റൂട്ട് ഓഫ് 72 ഗുണം റൂട്ട് ഓഫ് 72 ഗുണം റൂട്ട് ഓഫ് 72 ഗുണം ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോകും. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വരുവാണെങ്കിൽ, ഇങ്ങനെ റൂട്ട് ഓഫ് 30 ഇൻറ്റു റൂട്ട് ഓഫ് 30 ഇങ്ങനെ വരുവാണെങ്കിൽ ഏതാണോ ഇവിടെ കിടക്കുന്ന ബേസ് അതായിരിക്കും നമ്മുടെ ആൻസർ. അതായത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 30 ആയിരിക്കും ആൻസർ. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 72 ആയിരിക്കും ആൻസർ. അപ്പൊ ഇവിടെ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു അങ്ങനെ ഇൻഫിനിറ്റി വരെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? എക്സ് ആയിരിക്കും ആൻസർ. അപ്പൊ അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ ഈ പ്ലസിന്റെ കേസിൽ നമ്മൾ രണ്ട് ഫാക്ടർ ആകണം. ഒന്നിന്റെ ഡിഫറൻസ് ഉള്ള അടുത്തടുത്തുള്ള രണ്ട് ഫാക്ടർ ആകണം. അതിനകത്ത് വലുതാണ്, ആ വലിയ നമ്പറാണ് നമുക്ക് ഇവിടെ ഗ്രേറ്റർ നമ്പറാണ് ഇതിന്റെ ആൻസർ. ഇതിനകത്ത് അങ്ങനെ ഫാക്ടർ ആക്കിയിട്ട് ലെസർ നമ്പറാണ് ഇവിടുത്തെ ആൻസർ. ഇനി എന്താ? ഇങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു അങ്ങനെ ഇൻഫിനിറ്റി വരാണെങ്കിൽ എന്താണ്? ആ സെയിം നമ്പർ, അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൻസർ എന്ത് വരും? എക്സ് വരും. അതിപ്പം ഇൻഫിനിറ്റി വരെ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ടൈപ്പ് 3. ഇനി നമുക്ക് ഇതെങ്ങനെ വന്നതെന്ന് അറിയണ്ടേ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അറിയണ്ടേ? ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ നമുക്ക് ഏത് ചെയ്യാം? നമുക്ക് നോക്കാം. ഇത് തന്നെ ചെയ്യാം. ഇത് എങ്ങനെയാണ് 3 വന്നതെന്ന് നോക്കാം. അപ്പൊ നോക്കേ, റൂട്ട് ഓഫ് 12 മൈനസ് റൂട്ട് ഓഫ് 12 മൈനസ് റൂട്ട് ഓഫ് 12 ഇങ്ങനെയല്ലേ പോകുന്നത്? മൈനസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഇതിനെ ഞാൻ എന്ത് കൊടുത്തു? എക്സ് എന്ന് കൊടുത്തു. അപ്പൊ ഇതിനെ എക്സ് എന്ന് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇത് 12 റൂട്ട് ഓഫ് 12 മൈനസ് പിന്നെ ഈ ബാക്കി കിടക്കുന്നുണ്ടോ? ഈ ബാക്കി പോകുന്നത് എന്താ? ഇത് തന്നെയല്ലേ? ഇൻഫിനിറ്റി വരെ പോകുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതും നമുക്ക് എക്സ് എന്ന് പറയാം. കാര്യം എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടോട്ടലിനാണ് ഞാൻ എക്സ് എന്ന് കൊടുത്തത്. ഈ 12 മൈനസ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാന്ന് വെച്ചോ. റൂട്ട് ഓഫ് 12 മൈനസ് അങ്ങനെ എക്സെട്ര എത്ര വരെ പോകും? ഇൻഫിനിറ്റി വരെ പോകും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിന്ന് നമ്മൾ ഒരു ടേം മാറ്റി വെച്ചെന്ന് പറഞ്ഞാലും അതിനകത്ത് വലിയ വ്യത്യാസം ഉണ്ടാകത്തില്ല. അപ്പൊ ഇതിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 12 മൈനസ് ഇതിന് മൊത്തത്തിലായിട്ട് എന്ത് കൊടുക്കണം? എക്സ് എന്ന് പറയും. ഇതിന്റെ ഡെറിവേഷൻ ആണ്. നിങ്ങൾ ഡെറിവേഷൻ അറിഞ്ഞിരിക്കും എങ്ങനെ വന്നതെന്ന്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഈ റൂട്ട് കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? രണ്ടിടത്ത് സ്ക്വയർ ചെയ്യണം. അപ്പൊ എന്ത് വരും? 12 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ സ്ക്വയർ എന്ന് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വേഷൻ കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 12 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 എന്ന് കിട്ടും. അപ്പൊ ഇവിടുന്ന് എക്സിന്റെ രണ്ട് വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? എക്സിന്റെ രണ്ട് വാല്യൂസ് ഏതൊക്കെയാണ് കിട്ടുന്നത്?
പ്രോഡക്റ്റ് -12 അതേപോലെ സം എന്ന് പറഞ്ഞാൽ 4. അങ്ങനെയുള്ള രണ്ട് നമ്പർ ഏതൊക്കെയാണ്? 4 -3 ആണ്. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ചിഹ്നം മാറ്റി കൊടുക്കണം. അപ്പൊ -4 + 3 ആണ്. അപ്പൊ നോക്കേ, ഇവിടെ നോക്കേ, നമ്മുടെ റൂട്ടിന്റെ അകത്ത് ഒരിക്കലും റൂട്ടിന്റെ പുറത്ത് എന്ത് വരത്തില്ല? റൂട്ടിന്റെ അകത്ത് എന്ത് വരത്തില്ല? നെഗറ്റീവ് നമ്പർ വരത്തില്ല. അതായത് എപ്പോഴും നമ്മൾ റൂട്ടിന്റെ അകത്ത് എഴുതുന്ന സ്ക്വയർ നമ്പർ ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എന്തോ ഒരിക്കലും നെഗറ്റീവായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം അതിന്റെ നെഗറ്റീവ് വാല്യൂ അല്ല നമുക്ക് റൂട്ടിന് അകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ എക്സിന് നമ്മൾ പോസിറ്റീവ് വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ 3 ആണ് ഇതിന്റെ ആൻസർ. നമുക്ക് ഇവിടെ കിട്ടിയത് 3 തന്നെയല്ലേ? ഇപ്പൊ ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ എന്ത് തന്നെ നമ്മൾ എന്ത് കൊടുത്തേനെ? ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ ഇതിന്റെ വാല്യൂസ് 4 -3 വന്നേനെ. അപ്പൊ നമ്മൾ 4 ആയിരിക്കും നമ്മൾ ആൻസർ കൊടുക്കുന്നത്. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ നമ്മൾ വലിയ നമ്പർ കൊടുത്തേനെ, മൈനസ് ആണെങ്കിൽ എന്ത് ചെറിയ നമ്പർ കൊടുത്തേനെ. അപ്പൊ ഇങ്ങനെയാണ് ഈ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത 3ാമത്തെ ടൈപ്പും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അത് നമുക്ക് 4ാമത്തെ ടൈപ്പ് ചെയ്യാം. ഇനി 4ാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. 4ാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിന്റെ തന്നെ കുറച്ച് എന്താണ് കണ്ടിന്യൂഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പഠിച്ചു, നമ്മൾ റൂട്ട് ഓഫ് നോക്ക് 6 + √6 + √6 പ്ലസ് അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നത് നമ്മൾ ഇതിന്റെ ആൻസർ എങ്ങനെ കൊടുത്തേനെ? ഇതിനെ 2 × 3 ആണ്. അപ്പോൾ വലിയ നമ്പർ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് വലിയ നമ്പർ, ഇതിന് 3 നമ്മൾ ആൻസർ കൊടുത്തേനെ. ഇനി നോക്കേ, നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റാത്ത നമ്പറാണ് വരുന്നത്. നോക്കേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ, √5 5 + √5 അധികം √5 അധികം എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ, √5 -√5 -√5 എക്സെട്ര അപ് ടു എന്താണ് ഇൻഫിനിറ്റി. ഇനി അടുത്ത അപ്പൊ ഇത്ര ഈ രണ്ട് ടൈപ്പ് നോക്ക്. മൂന്നാമത്തെ കൂടെ നോക്കാം, √3 + √3 + √3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം നോക്കി, ഇവിടെ നിങ്ങൾക്ക് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് 1 5നെ 1 × 5 എന്നല്ല എഴുതാൻ പറ്റൂ. അപ്പൊ ഇതിനു വേണ്ടി നമുക്കൊരു ഫോർമുല ഉണ്ട്. ഫോർമുല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പൊ ഇങ്ങനെയാണ് കിടക്കുന്നെങ്കിൽ √ഓഫ് എന്താ 4x. ഇത് നമ്മുടെ x ആണെന്ന് വെച്ചോ, 4x + 1 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് x എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കിടക്കുന്നത് ഇതിനെയാണ് നമ്മൾ x എന്ന് പറയുന്നത്. ഇതാണ് x. ഇവിടെ കിടക്കുന്ന ഈ വാല്യൂ ഏതാണെന്നും അതിനെ എന്ത് ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, +1 അതിന്റെ റൂട്ട്. ഇവിടെ പ്ലസ് ആണ് നമ്മുടെ ചിഹ്നമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പൊ മൈനസിന്റെ കേസ് എന്ത് വരും? ഇതിന്റെ ആൻസർ എന്ത് വരും? 4x + 1 √4 × 5 + 1 അതായത് √21 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് വരും? ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 4x - 1 വരും. അതായത് ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ഇവിടെ 4x + 1 വന്നത്. ഇവിടെ എന്ത് വരും? സോറി ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ √4x + 1. അപ്പൊ √4x + 1 എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്? ഇവിടെ പ്ലസ് കൊടുത്തത്. ഇവിടെ പ്ലസ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്ലസ് കൊടുത്തത്. ഇവിടെ എന്താണ്? മൈനസ് അല്ലേ? അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. -1 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര വരും ഇതിന്റെ ആൻസർ? √21. അതിന് മാറ്റമില്ല, √21 - 1/2. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും? നിങ്ങൾ നോക്കേ, √4x + 1. 4 × എന്താണ് 3 നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ലല്ലോ, ഒന്ന് ഡിഫറൻസ് ഉള്ള രണ്ട് പ്രോഡക്റ്റ് ആയിട്ട്. അപ്പൊ എന്ത് ചെയ്യണം? 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 4x + 1 അതായത് 4 × 3 12 + 1 എന്ന് പറഞ്ഞാൽ √13. എന്താണ് ഇവിടെ പ്ലസ് അല്ലേ? പ്ലസ് ആയതുകൊണ്ട് എന്ത് കൊടുക്കണം? +1 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയണം. ഇതിന്റെ ആൻസർ എന്ത് വരും? 3 - √3 അപ് ടു എന്താ ഇൻഫിനിറ്റി. ഇതിന്റെ ആൻസർ എന്ത് വരുമെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ ആയിട്ട് കൊടുക്കണം. അപ്പം ഇന്ന് നമ്മൾ സഡ്സ് ആൻഡ് ഇൻഡിസസിലെ 4 ടൈപ്പ് പഠിച്ചു. 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇനി 2 ടൈപ്പ് കൂടെ ബാക്കിയുണ്ട്, നമ്മൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതിന്റെ പുറത്തുനിന്ന്, ഈ പഠിക്കുന്ന കാര്യങ്ങളുടെ പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകത്തില്ല, അത് ഞാൻ ഉറപ്പ് തരാം. അപ്പം നിങ്ങളിത് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ടായിട്ട് എഴുതുക. അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്താ ഇതിന്റെ എല്ലാം ഈ ക്ലാസിന്റെ എന്താ ഫുൾ നോട്ട്, അതായത് ഈ എഴുതിയേക്കുന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് നോട്ട് എഴുതാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് റിവൈസ് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബുക്കിൽ നിങ്ങൾ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ നോട്ട് എഴുതി വെക്കുക, എന്നിട്ട് അത് റിവൈസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് എക്സാമിന് ഉപകാരപ്പെടുത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.